ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കിഴാൻ സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു 5.2 ആംപ്ലിഫയറിൻ്റെ സാധനങ്ങൾ വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ആംപ്ലിഫയർ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 300 വാട്ടിൻ്റെ 2 ചാനലും 100 വാട്ട്സിൻ്റെ 5 ചാനലും വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇമ്രാനിക്സിൻ്റെ റിമോട്ട് കിറ്റാണ്. 5 ചാനലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് DTECൻ്റെ 5 ചാനൽ ബോർഡാണ്. അതുപോലെ സബിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് DTECൻ്റെ തന്നെ R ട്രാൻസിസ്റ്റർ എക്സ്ട്രീം 400 എന്ന് പറഞ്ഞ ബോർഡാണ്. നമ്മൾ 2 ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സബ് ഫിൽറ്റർ നമ്മൾ DTECൻ്റെ എക്സ്ട്രീം 2 സബ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 5.1 സ്പീക്കർ പ്രഷർ നമ്മൾ എടുത്തിട്ട് അതിനെ 5.2 ആയി കൺവേർട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതാണ് ഒരു റിലേയുടെ പുറത്തൊരു റിലേ ഇരിക്കുന്നത്. പിന്നെ ഒരു ബിസ്മിയുടെ ഒരു 6 ചാനൽ ഗെയിനർ ഇപ്പുണ്ട്. പിന്നെ ഒരു ഫാൻ കൺട്രോൾ ബോർഡുണ്ട്. പിന്നെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാൻഡ് ബൈ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ബോർഡാണ്. ഇത് DTECൻ്റെ ബോർഡാണ്. പിന്നെ നമ്മൾ പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ 10,000 MFD 80 വോൾട്ടിൻ്റെ 4 കപ്പാസിറ്ററാണ് ചാനലിന് കൊടുത്തിരിക്കുന്നത്. ഇത് സബിന് കൊടുത്തിരിക്കുന്നത്. 10,000 MFD 63 വോൾട്ടിൻ്റെ 4 കപ്പാസിറ്ററാണ് നമ്മൾ ചാനലിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാക്സിൻ്റെ ഒരു 12 വോൾട്ട് ബക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ റിമോട്ട് കിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഓക്സിലറി സപ്ലൈ എടുക്കാൻ നമ്മൾ ഗെയിനറിനും സബ് ഫിൽറ്ററിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ 2 PCB ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ബോർഡ്. ട്രാൻസ്ഫോമർ നമ്മൾ നോക്കുകയാണെങ്കിൽ 45 15 ആംപിയറാണ് സബിന് കൊടുത്തിരിക്കുന്നത്. 27 10 ആംപിയറാണ് ചാനലിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓക്സിലറി സപ്ലൈ 1 ആംപിയർ വെച്ചിട്ട് ഒരു 18 18 15 15 12 12 9 12 ഇത്രയാണല്ലോ വരുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ 4.5 ഇഞ്ച് ക്യാബിൻ്റെ അതേ ഹൈറ്റാണ് ട്രാൻസ്ഫോമറിനും വരുന്നത്. ആണല്ലേ? ട്രാൻസ്ഫോമറിന് അതേ സൈസിൽ നിൽക്കുകയാണ്. ക്യാബിൻ്റെ അതേ സൈസിൽ ട്രാൻസ്ഫോമർ നിൽക്കുകയാണ്. അത് അല്പം പൊങ്ങിയാണ് നിൽക്കുന്നത്. അത്ര ഹൈറ്റുള്ള ട്രാൻസ്ഫോമറാണത്. നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 12 വോൾട്ട് 1 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. അത് നമ്മൾ ഈ സ്റ്റാൻഡ് ബൈ ബോർഡിന് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 2 ഫ്രണ്ട് സൈഡ്. ഇതിൽ നമ്മൾ ഒരു പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റാൻഡ് ബൈയുടെ ബോർഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആംപ്ലിഫയർ നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ട് നിൽക്കും. ആംപ്ലിഫയറിൻ്റെ മെയിൻ ട്രാൻസ്ഫോമർ വർക്ക് ആണെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കണം. ആ സമയത്താണ് ആംപ്ലിഫയർ ഓൺ ആകുന്നത്. അല്ലേ? ഇതിൽ നമ്മൾ ഫ്രണ്ടിൽ ഒരു എൻകോഡർ ഉണ്ട്. പിന്നെ DTECൻ്റെ ഈ മീറ്റർ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്രാൻസിൻ്റെ റിമോട്ട് കിറ്റാണ്. പിന്നെ ഒരു USB പോർട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സബിൻ്റെ വോളിയം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഒരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് റിമോട്ട് കിറ്റിൻ്റെ HDMI ARC ആണ്. ഇവിടെ ഒപ്റ്റിക്കൽ. പിന്നെ അതിൻ്റെ അടുത്ത് 2 കോയാക്സിൽ 2 ഓക്സ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഔട്ട്പുട്ടെല്ലാം ബനാന സോക്കറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കൂളിംഗ് ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ ഇന്നും ഫ്യൂസും. ഈ ഫ്യൂസ് നമ്മൾ ഡമ്മിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ഫ്യൂസ് ഉണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡ് ബൈയിലൊരു ഫ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഫ്യൂസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിലെ ഫ്യൂസ് പോകുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിളക്കി ഇതിലിടാം. ആ ഒരു പർപ്പസ് മാത്രമേ അതിനുള്ളൂ. മൊത്തത്തിൽ ഓവറോൾ ലുക്ക് ആണ് വരുന്നത്. ഇനി നമുക്കത് ഓണാക്കി. ഇപ്പോൾ നമ്മുടെ റിമോട്ട് കിറ്റ് ഓൺ ആയിട്ടുണ്ട്. ബ്ലൂടൂത്തിലാണ് കിടക്കുന്നത്. ഈ റിമോട്ട് കിറ്റിൽ തന്നെ ഇപ്പോൾ സ്റ്റീരിയോയിലാണ്. സ്റ്റീരിയോയിൽ ഇട്ടിരിക്കുമ്പോൾ 2.1 ആയിട്ടാണ് വർക്കാവുന്നത്. അതായത് സബും 2 സ്പീക്കറുമാണ് വർക്കാവുന്നത്. നമ്മൾ മ്യൂസിക്, മൂവി, പ്രൊലോജിക് 2 ഈ 3ലും 5.1 ആയിട്ടാണ് വർക്കാവുന്നത്. പക്ഷേ ടോണിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ ട്രബിൾ 12 വരെ അഡ്ജസ്റ്റ് ചെയ്യാം, ബാസ് 12 വരെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സബിൻ്റെ കൺട്രോൾ, മാസ്റ്റർ വോളിയം, സെൻറ്റർ, റിയർ, ഫ്രണ്ട്, അങ്ങനെ ഇതെല്ലാം സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ USB ബ്ലൂടൂത്ത് എല്ലാം സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതിൽ USB പ്രത്യേകം, ബ്ലൂടൂത്ത്, ഓക്സ്, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ARC ഇതെല്ലാം സെപ്പറേറ്റ് സ്വിച്ചിലാണ് വരുന്നത് ഇതിൽ റിമോട്ടിൽ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിമോട്ടാണിത്.
മൊത്തത്തിൽ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്തപ്പോൾ ഏകദേശം ഇവിടെ നമുക്ക് വന്നത് 35,000 രൂപയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ ആംപ്ലിഫയർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും, അതാണ് ഒരു പ്രശ്നം. നമുക്കിപ്പോൾ ആംപ്ലിഫയർ ഇപ്പം ഇന്ന് വന്നിട്ട് നാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റില്ല. കാരണം ഇത് ഓരോ സാധനങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൂടെ വിളിക്കുന്നവർ ഓർക്കുക. ഈ ആംപ്ലിഫയറിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ യൂട്യൂബിൽ ഇട്ടുന്ന കോപ്പി റൈറ്റ് വരും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ഇട്ടിരിക്കാം. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ കയറി ആ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് നോക്കിയാൽ മതി ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബാക്കി സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.